സ്ത്രീകൾ നേരിടുന്ന ചൂഷണവുമായി ബന്ധപ്പെട്ട പലവിധ അനുഭവങ്ങളെ പല മൊഴികളിൽ നിന്ന് ഈ കമ്മീഷൻ ഈ റിപ്പോർട്ടിലേക്ക് സാംശീകരിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് ഈ 105-ാമത്തെ പേജ് അതിൻ്റെ ക്ലോസ് നൽകുമ്പോൾ അത് വ്യക്തമാകുന്നതായിരിക്കും. അതായത് ഇതിൽ പറയുന്നത്, ഇറ്റ് ഈസ് ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ദ കമ്മിറ്റി ദാറ്റ് എ പ്രോമിനന്റ് ആക്ടർ ഇൻ മലയാളം സിനിമ റെഫേർഡ് ടു ബി ദ പവർഫുൾ ലോബി which exists in film industry as mafia in cinema. മാഫിയ ഇൻ സിനിമ എന്ന പേരിൽ തന്നെ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നടൻ എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. സിൻസ് ദേ കുഡ് ഡു എനിത്തിങ് ഇൻ സിനിമ അക്കോർഡിംഗ് ടു ദെയർ whims and fancies and even ban a very prominent directors, producers, actors or any other persons even though such ban is illegal and unauthorized. അതായത് അത്തരത്തിലുള്ള ഒരു ബാനും, അതായത് ചില ഒരു സിനിമാ മേഖലയിൽ മാഫിയ എന്ന നിലയിൽ ഒരു പ്രധാനപ്പെട്ട താരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നു. ആ പ്രധാനപ്പെട്ട നടന് ഈ സിനിമാ മേഖലയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഡയറക്ടർമാരാകട്ടെ, പ്രൊഡ്യൂസർമാരാകട്ടെ, നടീനടന്മാരാകട്ടെ, അവരെയൊക്കെ ബാൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അധികാരം പോലും ഈ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ബാനും ലീഗൽ അല്ല എന്നിരിക്കെയാണ് അത്തരത്തിലുള്ള അധികാരം പോലും ഈ സിനിമാ മേഖലയിൽ ഇപ്പോഴും തുടരുന്നത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നു. നോ മാൻ നോർ വിമൻ ഡെയർ ടു alter any word which may offend anyone belonging to the powerful group because such persons will be wiped off from the industry by the powerful lobby. അതായത് ഈ ലോബിക്കെതിരെ സംസാരിക്കുന്ന ആരെയും സിനിമാ മേഖലയിൽ തുടർന്നുണ്ടാകില്ല എന്നുള്ളത് കൊണ്ട്, അവരെ സിനിമാ മേഖലയിൽ നിന്നും പൂർണ്ണമായും വൈപ്പ് ഓഫ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആരും ഇതിനെതിരെ സംസാരിക്കുന്നില്ല, എതിർക്കുന്നില്ല എന്നുള്ള കാര്യവും ഇതിൽ എടുത്തു പറയുന്നു. From the various facts disclosed from the evidence of different individuals in cinema and documents produced before the committee during the study, we are satisfied that the കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ICC may not be a solution. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി എന്നുള്ള കംപ്ലൈൻറ്റ് സെൽ എന്നുള്ളത് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് താരസംഘടനയായ അമ്മയുടെ വാദം. അത് പ്രത്യേകമായി തന്നെ എടുത്തു പറയുന്നുണ്ട്. അതുകൂടി കാണിക്കാം. അതായത് താരസംഘടനയായ അമ്മയിൽ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ അടുത്ത പേജിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് നമ്മുടെ 102-ാമത്തെ പേജിൽ അക്കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് Women's Cell Grievance Forum, it is functional. അത് ഇതിൽ പറയുന്നത്, അമ്മ is an association formed exclusively for the artists, actors and actresses in the film industry, but it is the responsibility of the employer to constitute a mechanism in the workplace for readdressing the grievances of the women against sexual harassment and not അമ്മ. It is further condemned. അതായത് അമ്മ പറയുന്നു, അമ്മ എന്ന താര സംഘടന പറയുന്നു, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി അവരുടെ വിമൻ സെൽ ഗ്രീവിയൻസ് ഫോറം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അമ്മയല്ല ഇത്തരത്തിലുള്ള ഒരു ICC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആരാണോ എവിടെയാണോ തൊഴിലിടം, ആ തൊഴിലിടത്തിൽ ആരാണോ എംപ്ലോയർ, ആ എംപ്ലോയറാണ് അവിടെ ഇത്തരത്തിലുള്ള ICC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടുത്തെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് എന്നുള്ള കാര്യം ഇതിൽ എടുത്തു പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഗവൺമെന്റ് there has been employer and employee relationship for formation of internal complaint committee. അത്തരത്തിലുള്ളതാണ് നിയമത്തിലും വ്യവസ്ഥ ചെയ്യുന്നത്, സർക്കാർ നടപ്പാക്കിയിട്ടുള്ള നിയമത്തിലും വ്യവസ്ഥ ചെയ്യുന്നത് എന്നുള്ള കാര്യവും അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് താരസംഘടനയുടെ ആ വാദത്തെ തന്നെ കമ്മിറ്റി നിരാകരിക്കുകയാണ്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട, ഷൂട്ടിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചൂഷണത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉന്നയിച്ചപ്പോൾ താരസംഘടന അതിനൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ആ താരസംഘടന എന്ന് പറയുന്നത് എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒന്നല്ല. പകരം ഈ താരങ്ങൾ, ഈ അഭിനേതാക്കൾ, ഇവരുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്ക് എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളുമായി ബന്ധപ്പെട്ട് യാതൊരു നിയന്ത്രണവും ഇല്ല. അത് ഈ കമ്മിറ്റി പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ചുമതലക്കാർ എന്ന് പറയുന്നത്, നിയന്ത്രണം എന്ന് പറയുന്നത്, എംപ്ലോയർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സാണ്, നിർമ്മാതാക്കളാണ്. ആ നിർമ്മാതാക്കൾക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ സെറ്റിലും ഇന്റേണൽ കമ്മിറ്റികൾ നിർബന്ധമാക്കി. ശരിയാണ്. അതേക്കുറിച്ചാണ് നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞത്. വനിതാ കമ്മീഷൻ ഒരിടത്ത് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നോക്കുമ്പോൾ ഉണ്ട്, ഇന്റേണൽ കമ്മിറ്റി ഉണ്ട്, പരാതികൾ കൊടുക്കാനുണ്ട്. പക്ഷേ അതിലേക്ക് പുറത്തുനിന്ന്, ഈ സംവിധാനത്തിൽ നിന്ന്, ഷൂട്ടിംഗ് ആ സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് പുറത്ത്, ആ യൂണിറ്റിൻ്റെ പുറത്തുള്ള ഒരാളുണ്ടാകണം, ഒരു വനിതയുണ്ടാകണം. അങ്ങനെ ഒരാളേ ഇല്ല. പകരം പലപ്പോഴും ഇതിൽ പുരുഷന്മാർ തന്നെ അത് നിയന്ത്രിക്കുന്ന നില വരുന്നു. ഇങ്ങനെയൊക്കെ വളരെ അശാസ്ത്രീയമായി എന്താണോ നിയമം അനുശാസിക്കുന്നത് അത് പാലിക്കാത്ത വിധം ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു എന്ന പ്രശ്നം കൂടി നിൽക്കെയാണ് താരസംഘടന ഇതിനെ ന്യായീകരിക്കുന്ന ഒരു മൊഴി
ഇപ്പോൾ ഈ സംവിധാനം മുമ്പാകെ, ഈ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്തു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ പാരഗ്രാഫ് നോക്കുമ്പോൾ? കാരണം അവരുടെ സംഘടനയ്ക്ക് ഒരു കമ്മിറ്റിയുണ്ട്, അതുകൊണ്ടെല്ലാമായി എന്ന് പറഞ്ഞാൽ അത് നിയമപരമായി എവിടെ നിൽക്കും എന്നാണോ, എങ്ങനെ നിൽക്കും എന്നാണോ ഈ ഹേമ കമ്മിറ്റി ചോദിക്കുന്നത്? തീർച്ചയായും ശരത്, ആ രീതിയിൽ തന്നെയാണ് ഹേമ കമ്മിറ്റി ചോദിക്കുന്നത്. കാരണം ഇതിൽ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്, ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മ എന്നുള്ള സംഘടന ഇത്തരത്തിലുള്ള ഗ്രീവിയൻസ് സെൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അമ്മ എന്നുള്ള സംഘടനയിൽ വേണ്ടതിനപ്പുറത്തേക്ക് ഈ എവിടെയാണോ തൊഴിലിടം, ആ തൊഴിലിടത്ത് ആണ് ഉണ്ടാകേണ്ടത്. ഏത് സെറ്റാണോ അതിൽ ആരാണോ എംപ്ലോയർ, ആ എംപ്ലോയർ ആണ് അവിടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതും കമ്മിറ്റികൾ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും. അതിനു പുറമെ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മ എന്ന സംഘടനയ്ക്ക് ഒരു കമ്മിറ്റിയുണ്ട് എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ എടുത്തു പറയുന്നത്. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കുന്നത്, അതായത് എന്തുകൊണ്ട് ഇവർ പരാതിപ്പെടുന്നില്ല? അത് സ്വാഭാവികമായും എല്ലായിടത്തു നിന്നും ഉയരുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ പ്രതികരിക്കാത്തത്, പോലീസിനെ സമീപിക്കാത്തത്? അതിൽ ഈ 157 പേജിൽ പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മെനി വിറ്റ്നസ് സ്റ്റേറ്റഡ് before the committee that they face various consequences if they go to police station with allegation of sexual harassment or assault. അതായത് ഇത്തരത്തിലുള്ള സെക്ഷൽ ഹാരാസ്മെന്റോ അസോൾട്ടുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നാൽ അവർ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുന്നു. ഇഫ് ദേ ഹാവ് ടു ടേക്ക് അപ്പ് ദ മാറ്റർ ബിഫോർ കോർട്ട് ഓർ പോലീസ് ദേ വിൽ ഫേസ് വേഴ്സ് കോൺസിക്വൻസസ് ഇൻക്ലൂഡിംഗ് ത്രെറ്റ് ടു ലൈഫ്. അത് ത്രെറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് അവരുടെ ജീവന് മാത്രമല്ല ഭീഷണി എന്നുള്ള കാര്യം കൂടി അവർ ഓർമ്മിപ്പിക്കുന്നു. അതായത് അതിൽ അവർ കൂട്ടിച്ചേർക്കുന്നത് added to the threat to life will not only be against the victims but even their close family members will be in danger. അതായത് അവരുടെ കുടുംബത്തെ പോലും സാരമായി ബാധിക്കുന്നു. അതുകൊണ്ടാണ് അവർ പോലീസിനെ സമീപിക്കാത്തത്, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിലേക്ക് വരാത്തത്. ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ അത് നേരിട്ടുകൊണ്ട് എന്തുകൊണ്ട് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നിലനിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരമാണ് കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ ഭാഗം എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത് കൃത്യമായ രീതിയിൽ ഇതിൽ എടുത്തു പറയുന്നുണ്ട്. The various documents produced before the committee by witness abundantly prove that very vulgar language is used in social media to attack women online. അതായത് സിനിമാ മേഖലയിലെ സ്ത്രീകളെ വലിയ തോതിൽ സൈബർ അറ്റാക്കിനും വിധേയരാകുന്നുണ്ട്. അതിൽ ഈ പറയുന്നത് പോലെ പൊതുജനങ്ങൾക്കും പങ്കുണ്ട് എന്നുള്ള കാര്യം ഇതിൽ ഓർമ്മിപ്പിക്കുന്നു. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം, അതായത് സിനിമാ മേഖലയിൽ ആർക്കാണ് ഡോമിനൻസ് എന്നുള്ള കാര്യം കൂടി ഇതിൽ നമ്മൾ കാണേണ്ടതാണ്. അതായത് ഈ റിപ്പോർട്ടിൽ കൃത്യമായ രീതിയിൽ പറയുന്നു, സിനിമ ഇസ് എ മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി. സിനിമ എന്ന് പറയുന്നത് മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി ആണ് എന്നുള്ള കാര്യം ഇതിൽ കൃത്യമായ രീതിയിൽ പറയുന്നു. ഇറ്റ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ബോയ്സ് ക്ലബ് വെയർ വിമൻ സിറ്റ് ആൻഡ് ചാറ്റ് ഓവർ ലോങ് അവേഴ്സ് അറ്റ് നൈറ്റ് ഡിസ്കസിംഗ് ദ സ്ക്രിപ്റ്റ് ഓഫ് മൂവീസ് ഓർ അതർ ആസ്പെക്ട്സ് ഓഫ് പ്രോജക്ട്സ് ആൻഡ് ഫ്യൂച്ചർ പ്രോജക്ട്സ്. ഈ പല കാര്യങ്ങളിലും ഇത്തരത്തിൽ സിനിമാ മേഖല എന്ന് പറയുന്നത് പുരുഷ മേൽക്കോയ്മ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ള കാര്യം വിശേഷിപ്പിക്കുന്നത് അല്ലേ? അതെ, ബോയ്സ് ക്ലബ് എന്ന രീതിയിലാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ പരാമർശിച്ചിരുന്നു, അതായത് ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നാണ് ഇതിൽ പറയുന്നത്. A very senior artist stated that women do not bother to speak about the sexual harassment they undergo. അത് നേരത്തെ നമ്മൾ പറഞ്ഞതിനൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. അവർ എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല? This is because they are afraid of bad name and experience they are likely to endure in future. അതായത് സിനിമാ മേഖലയിൽ അവർ ഭാവിയിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അതെല്ലാം കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ തുറന്നു പറയാതിരിക്കുന്നത്, മറ്റൊരാളോട് പറയാതിരിക്കുന്നത്. They may even lose their job in cinema. Another witness who had to endure such bad name opined that there is nobody to speak on behalf of such women. ഈ ഇത്തരത്തിൽ ദുരനുഭവം നേരിടേണ്ടി വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഒരുപക്ഷെ ഇപ്പോൾ ചിലർ സംസാരിക്കാനായി രംഗത്ത് വരുമ്പോൾ ആകട്ടെ അവർക്കും അത്തരത്തിലുള്ള ബാഡ് എക്സ്പീരിയൻസുകൾ നേരിടേണ്ടി വരുന്നു. അതും ഇതിൽ പറയുന്നു. ഇൻ സം കേസസ് പീപ്പിൾ സപ്പോർട്ട് സച്ച് എ പേഴ്സൺ they too will be subjected to bad experiences and out of fear they do not speak up openly. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ചൂഷണം നേരിടേണ്ടി വരുന്നവരെ പിന്തുണയ്ക്കാൻ സമൂഹത്തിൽ ആരുമില്ലാതെ പോകുന്നത്? അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിൽ നിന്നും ആരും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അതിനുള്ള ഉത്തരമാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതായത് സിനിമാ മേഖലയിൽ നിരവധി സ്ത്രീകൾ ഇത്തരത്തിലുള്ള ചൂഷണം നേരിടേണ്ടി വരുന്നു. ആ ചൂഷണത്തിനെതിരെ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ഭാവിയെ അത് ബാധിക്കുന്നു. ഒപ്പം തന്നെ അവർ വലിയ ഭീഷണി നേരിടേണ്ടി വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഷീജ പറഞ്ഞതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. താരസംഘടന
ഈ താരസംഘടനയിൽ തന്നെ അംഗങ്ങളായിട്ടുള്ളവരും അംഗങ്ങളല്ലാത്തവരുമായിട്ടുള്ള അഭിനേതാക്കൾക്ക്, വിശേഷിച്ച് സ്ത്രീകൾ തന്നെ വളരെ പ്രധാനപ്പെട്ട പരാതി പറയുമ്പോൾ ഞങ്ങളുടെ സംഘടനയ്ക്ക് അങ്ങനെ ഒരു സംവിധാനമുണ്ടല്ലോ, ഒരു കംപ്ലയിൻറ്റ് സെൽ ഉണ്ടല്ലോ, കമ്മിറ്റി ഉണ്ടല്ലോ എന്ന വിചിത്ര വാദമാണ് ആ സംഘടന മുന്നോട്ട് വെച്ചത്. ഇവിടെ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ടാണ്. വിവിധ ഇടങ്ങളിൽ നടക്കുന്ന മലയാള സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണ്. അതാണ് ഇതിലെ തൊഴിലിടം. ആ തൊഴിലിടത്തിൽ എന്ത് നിയന്ത്രണമാണ് യഥാർത്ഥത്തിൽ ഒരു താരസംഘടനയ്ക്കുള്ള, അഭിനേതാക്കളുടെ സംഘടനയ്ക്കുള്ളത്? അപ്പോൾ ആ വിവിധ തൊഴിലിടങ്ങളായിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനത്തെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ സംഘടനയ്ക്ക് ICC ഉണ്ട് എന്ന് പറയുന്ന നിലയിലേക്ക് അവരുടെ വിശദീകരണം മാറുമ്പോൾ അത് പോരാ, അതല്ല എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായ ഒരു ഭാഗമാണ് ആ ഭാഗം ആകെ വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഷീജ നമ്മുടെ മുമ്പാകെ കൊണ്ടുവന്നത്.